ഓക്കെ. ഹായ് ഗൈസ്. കേരള ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ദിവസവേതനത്തിലെ അല്ലെങ്കിൽ കോൺട്രാക്ട് ബേസിസ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ സ്ഥിതി ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ലൈക്ക് അതിൽ ഞാനും ഒരാളാണ്. അപ്പൊ എന്റെ സ്ഥിതി എന്താന്ന് വെച്ചാൽ പേഴ്സ് കാലിയായി, ബാങ്ക് ബാലൻസ് കാലിയായി, ഒന്നുമില്ല. കാരണം എന്താന്ന് വെച്ചാല് ഞാൻ ഇന്നേക്ക് ഇവിടെ ജോലിക്ക് കയറിയിട്ട് ഇന്നേക്ക് 3 മാസമായി. എനിക്ക് ഈ 3 മാസത്തെ ശമ്പളം 1 രൂപ പോലും എന്റെ അക്കൗണ്ടിലോട്ട് ഇതുവരെ വന്നിട്ടില്ല. ഇത് എന്റെ മാത്രം അവസ്ഥയല്ല. ഇവിടെ കേരള ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന രാത്രികാല വെറ്ററിനറി സർജൻ, മൊബൈൽ വെറ്ററിനറി യൂണിറ്റ്, മൊബൈൽ സർജറി യൂണിറ്റ്, പിന്നെ എന്നെ പോലെയുള്ള ജൂനിയർ റെസിഡന്റ് വെറ്ററിനറി സർജന്മാർ എന്നിവർക്ക് ശമ്പളത്തിന്റെ കാര്യത്തിൽ ഇതുവരെ ഭയങ്കരമായ അനിശ്ചിതത്വമാണ്. ഇതൊന്നും കൂടാണ്ട് കേരള ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ 2 വെറ്ററിനറി കോളേജിലാണ് ഇപ്പോൾ ഉള്ളത്. പൂക്കോട് വെറ്ററിനറി കോളേജും പിന്നെ മണ്ണുത്തി വെറ്ററിനറി കോളേജും. ഈ കോളേജിലൊക്കെ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇന്നേക്ക് ഇന്റേൺഷിപ്പ് അലവൻസ് കിട്ടിയിട്ട് 8 മാസമായി. അവർക്ക് ഇന്റേൺഷിപ്പ് അലവൻസ് ആയിട്ട് കിട്ടുന്നത് 17,000 രൂപയാണ്. BAMS, BDS, MBBS എന്നീ കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് കിട്ടുന്നതിനെക്കാട്ടും വളരെ കുറഞ്ഞ തുക. ഓക്കെ, അത് ഇറ്റ്സ് ഓക്കെ. പക്ഷെ ഈ തുക കിട്ടിയിട്ട് ഇന്നേക്ക് 8 മാസമായി. ബാക്കിയുള്ള സ്റ്റുഡൻസിനെ പോലെയല്ല. നമുക്ക് ഇന്റേൺഷിപ്പ് ഉള്ളത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഫാമുകള്, വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പിന്നെ കേരളത്തിന്റെ പുറത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവിടെയൊക്കെ പോണം. എന്റെ കൂടെ പഠിക്കുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ എന്റെ സീനിയേഴ്സ്, ജൂനിയേഴ്സ് ആരെങ്കിലും ആയിക്കോട്ടെ, എനിക്കറിയാവുന്ന കുറെ അധികം പേര്, ഇതിലേക്ക് 90% ആൾക്കാരും ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അല്ലെങ്കിൽ അതിന്റെ താഴെ സാമ്പത്തിക സ്ഥിതിയിലുള്ള ആൾക്കാരാണ്. ഞങ്ങൾക്ക് ആർക്കും എല്ലായ്പ്പോഴും ഇങ്ങനെ വീട്ടുകാരുടെ ചെലവിൽ ജീവിക്കാൻ പറ്റണമെന്നില്ല. അതായത് നമുക്ക് കേരളം മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. അവിടെയുള്ള താമസം, ഭക്ഷണം, എല്ലാ സൗകര്യങ്ങളും നമുക്ക് എല്ലാ കാലത്തും ഇങ്ങനെ വീട്ടുകാരോട് ചോദിക്കാൻ പറ്റത്തില്ല. ഇൻ കേസ് നമുക്ക് അവകാശപ്പെട്ട പൈസയാണ്. ഇത് ഒന്നെങ്കിലും നമുക്ക് സമയത്തിന് തരിക, അല്ലെ പിന്നെ തരുകയും ചെയ്യരുത്. മനസ്സിലായില്ലേ? അപ്പം ഇത് കിട്ടിയിട്ട് ഇപ്പൊ 8 മാസമായി. എല്ലാവരും ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അത് പോട്ടെ. ഞാൻ അവിടെ 2019 ബാച്ച് സ്റ്റുഡന്റ് ആണ്. ഞാൻ അവിടെ നിന്ന് ഇപ്പൊ പഠിച്ചിറങ്ങിയിട്ട് ഏകദേശം 4-5 മാസമായി. എനിക്ക് ആ കോളേജിൽ നിന്ന് ഇനിയും 2.5 മാസത്തെ ഇന്റേൺഷിപ്പ് അലവൻസ് ഇപ്പോഴും കിട്ടാൻ ബാക്കിയുണ്ട്. ഇത് നമ്മൾ എപ്പത്തരും എന്ന് ചോദിക്കുമ്പോൾ ഫണ്ട് വന്നില്ല, പ്ലാനിങ് ഫണ്ട് വന്നില്ല. ഇനി പ്ലാനിങ് ഫണ്ട് വന്നാൽ തന്നെ തരാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്രോഗ്രസ്സിലാണെന്നൊക്കെ പറയുന്നുള്ളൂ. ഇതിന് കത്ത് കൊടുക്കേണ്ട ആൾക്കാരെ കത്ത് കൊടുത്തു, പോയി കാണേണ്ട ആൾക്കാരെ പോയി കണ്ടു. പക്ഷെ എന്നിട്ടൊന്നും ഒരു കാര്യമില്ല. വരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാണ്ട് ഒരാൾക്കും പോലും ഫണ്ട് കിട്ടിയിട്ടില്ല. എനിക്കിപ്പോ ഈ കാര്യത്തിൽ ഏറ്റവും കൂടി ചെയ്യാൻ പറ്റിയത് മന്ത്രിയെ നേരിട്ട് വിളിച്ചു പറയാനാണ്. പക്ഷെ മന്ത്രിയുടെ നമ്പറോ കാര്യങ്ങളൊന്നും എന്റെ കയ്യിലില്ല. അതുകൊണ്ട് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ മന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി വിളിച്ചു. മന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞത്, ഞാൻ ഇതുവരെ ഈ കാര്യം അറിഞ്ഞിട്ടില്ല, ഞാൻ അറിഞ്ഞു, ഒരാഴ്ച കൊണ്ട് ശരിയായി തരാമെന്ന് പറഞ്ഞു. ആ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇപ്പൊ 2 ആഴ്ചയായി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പുള്ളിയുടെ കീഴിൽ ആകെയുള്ളത് ഈ കേരള വെറ്ററിനറി ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റിയാണ്.